ഫ്രണ്ട്സ്, ജീവനമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ജർമ്മനിയിലെ ഓട്ടോബാനിൻ്റെ സമീപത്തുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് സ്വാഗതം പറയുകയാണ്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ റോഡ് ട്രിപ്പ് നിങ്ങൾ കണ്ടല്ലോ. ആ റോഡ് ട്രിപ്പിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വന്ന് നിർത്തി. എന്നിട്ട് നമ്മൾ വീണ്ടും ഇന്ന് യാത്ര തുടങ്ങുകയാണ്. ഇന്ന് പാതിരാത്രിയാണ് പോയിട്ട് കേട്ടോ നമ്മുടെ കസ്റ്റമറിനെ പോയി നമ്മൾ പിക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. എന്താണ്, ഗുഡ് മോർണിംഗ്, എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? അയ്യോ, എന്ത് പറ്റി? നല്ല ഉറക്കമായിരുന്നു അല്ലേ? ഒരുത്തിനെ നമ്പി ഇരുന്നിരുന്ന് ഉറങ്ങിയില്ല. നമ്മള് കൂടെ കടന്നിരുന്നിട്ട് എത്ര മണിക്ക് കിടന്നുറങ്ങിയത്? എനിക്ക് ഉറക്കം വന്നപ്പോ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് കിടന്നുറങ്ങിയ. വണ്ടി ഓടിച്ചോടിച്ച് മടുത്ത് ഒരുത്തം പനി അടിച്ചു വണ്ടി ഓടിച്ചു. ബ്രോ ആഴ്ച കണ്ടില്ല, അവൻ ഓക്കെയാണ്, അവൻ ഓക്കെയാണ്. ബ്രോ മോർണിംഗ്, വീഡിയോ എടുക്കുകയാണ്, കുഴപ്പമില്ലല്ലോ. ബ്രോന്റെ പേരെന്താ? ആദിൽ. എവിടെയാ സ്ഥലം? ഇടുക്കി അടിമാലിയിലാണ്. പുള്ളി ട്രക്ക് ഓട്ടിക്കുവാണ് കേട്ടോ. പുള്ളിയുടെ ട്രക്കാണ് അതുകൊണ്ട് അവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. കഴിക്കണ്ടേ? കഴിക്കാം. ആദിൽ ബ്രോ നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ ലോങ് ഡ്രൈവ് ആയിരുന്നു കേട്ടോ. നമ്മളല്ല, ഇവർ രണ്ടുപേരും. ഞാനിത് ഇവരെന്നെ വിളിച്ചില്ല കേട്ടോ, എണീപ്പിച്ചു പോലുമില്ല കേട്ടോ. ഞാൻ വെച്ച് കമ്പനി തരാന്ന് പറയുമ്പോ ഇവര് വിളിക്കുന്നില്ല. എത്ര പേരാ ഇവിടെ ഹൈവേയിലോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യുന്നതും ചാർജ് ചെയ്യുന്നതും. ഇവിടെ കുറേ ഇലക്ട്രിക് ചാർജേഴ്സൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. ബ്രോ എങ്ങോട്ടാ ബ്രോ പോകുന്നത് യാത്ര? ഇറ്റലിയിലോട്ട്. ഓക്കെ. അതുകൊണ്ട് ഇതുപോലെ ചില ട്രക്ക് ഡ്രൈവേഴ്സൊക്കെ വന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നുണ്ടോ? ഇതുപോലെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. കുറേ നാളായി കേട്ടോ ട്രക്ക് ഡ്രൈവറിൻ്റെ കൂടെ ഇരുന്ന് ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി. ഞാൻ ലാസ്റ്റ് യൂറോപ്പിൽ അടിച്ചപ്പോൾ ഒരു തുർക്കിക്കാരൻ്റെ കൂടെയാണ് ഇതുപോലെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത്. ബ്രോ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി, റൈസ്, മോര് കറി, ചിക്കൻ കറിയൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ബ്രോ താങ്ക് യു കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ നേരെ പോകുന്നത് നെതർലാൻഡിലെ ആംസ്റ്റർഡാം എന്ന് പറയുന്ന സിറ്റിയിലോട്ടാണ്. നെതർലാൻഡിൽ ഞാൻ പോയിട്ടുണ്ട്, ബട്ട് ആംസ്റ്റർഡാമിൽ ഇതുവരെയായിട്ടും പോയിട്ടില്ല. ആംസ്റ്റർഡാമിലെ ചുമന്ന തെരുവുകൾ കാണാനല്ല, ചുമന്ന തെരുവുകൾ കാണണമെങ്കിൽ രാത്രി തന്നെ പോകണം. ഇപ്പം നമ്മൾ പകലാണ് കേട്ടോ പോകുന്നത്. ഇനി ഒരു 2-2.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ആംസ്റ്റർഡാമിലോട്ട് എത്തും. ആംസ്റ്റർഡാമിൽ എത്തിയിട്ട് നമ്മൾ പിന്നെ നേരെ ബെൽജിയത്തിലോട്ട് പോകും. ബെൽജിയത്തിലാണ് കസ്റ്റമർ ഉള്ളത്. നമ്മളങ്ങനെ നെതർലാൻഡ്സ് എന്ന് പറയുന്ന, ഹോളണ്ട് എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ നെതർലാൻഡ്. നമ്മുടെ ആംസ്റ്റർഡാമിലോട്ട് ഇനി ഒരു 85 കിലോമീറ്റർ മാത്രം, ഏകദേശം ഒരു മണിക്കൂർ യാത്ര. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 100ഉം 6 ലൈന് കേട്ടോ. എനിക്ക് പെട്ടെന്ന് നമ്മുടെ മോസ്കോയാണ് ഓർത്തത്. മോസ്കോയുടെ നമ്മുടെ സിറ്റിയുടെ പുറത്തുള്ള റിംഗ് റോഡിനൊക്കെ 6 ലൈനാണ് കേട്ടോ. ഞാൻ നെതർലാൻഡിൽ ലാസ്റ്റ് നമ്മുടെ കരോളയുടെ ആൻറ്റിയുടെ കൂടെയാണ് കേട്ടോ വന്നത്. നമ്മൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആംസ്റ്റർഡാമിലോട്ട് കയറുവാണ്. ആംസ്റ്റർഡാം എന്ന് പറയുമ്പോൾ ധാരാളം കനാലുകളുള്ള ഒരു ഐലൻഡ് പോലത്തെ ഉള്ള ഒരു ഇതാണ് കേട്ടോ. ധാരാളം ബ്രിഡ്ജുകൾ കൊണ്ടത്താണ് അതിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ധാരാളം മനോഹരമായിട്ടുള്ള കുറേ മരങ്ങളും എല്ലായിടത്തും ഇതുപോലുള്ള കുറേ തുരുത്തുകളൊക്കെയാണ് കേട്ടോ ഇവിടെ ആംസ്റ്റർഡാമിൽ. ഹൈവേ എല്ലായിടത്തും മനോഹരമായിട്ട് റോഡിലൊക്കെ പൂവൊക്കെ വെച്ച് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ധാരാളം സൈക്കിൾ കാണാനായിട്ട് സാധിക്കും. ആംസ്റ്റർഡാമിൽ ധാരാളം ആളുകൾ സൈക്കിൾ ചവിട്ടാറുണ്ട്. ഇവിടെ കുറേ ആളുകൾ നമ്മുടെ ഡെൻമാർക്കിലെ കോപ്പൻഹാഗ് കഴിഞ്ഞാൽ പിന്നെ നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ നമുക്ക് ധാരാളം യൂറോപ്പിൽ ഇങ്ങനെ സൈക്കിളുകൾ ഓട്ടിക്കുന്നവരെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതിൻ്റെ ഒരു നിര തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഇവിടെ ഏത് ഭാഗത്ത് നോക്കിയാലും ഇതുപോലുള്ള കനാലുകളാണ് കേട്ടോ. കനാലുകളിൽ ബ്രിഡ്ജ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു നഗരം ഉണ്ടാക്കിയത് പോലും. എല്ലായിടത്തും സൈക്കിൾ ഓട്ടാനായിട്ടുള്ള പാത്തുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആംസ്റ്റർഡാമിൽ വരുന്ന ആളുകൾ ഇതുപോലെ പയ്യന്മാരൊക്കെ കണ്ടില്ലേ, ബൈസൈക്കിൾ റെന്റ് എടുത്തിട്ട് ഇതുപോലെ കറങ്ങും കേട്ടോ. ബൈസൈക്കിൾ റെന്റ് എടുത്ത് കറങ്ങാൻ പറ്റിയ ഒരു നഗരം കൂടിയാണ്. പാർക്കിങ്ങിന് വന്നതാണ്. ലോക്കൊക്കെ ഇട്ട് ഭയങ്കര സംഭവമാണല്ലോ. എനിക്കൊന്ന് ഇവിടെയൊക്കെ ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ വന്ന് കിടക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് വരുന്ന ഇത് ഫുള്ള് റോബറിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് താണ്ട ഇത്ര ഇതായിട്ട് സെക്യൂർഡും സേഫായിട്ടൊക്കെ ഇതുപോലെ. നമ്മളങ്ങനെ മനോഹരമായിട്ടുള്ള ആംസ്റ്റർഡാമിലെ കനാലുകൾ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. എന്തുമാത്രം
മനോഹരമായിട്ടുള്ള ബോട്ടുകളാണെന്ന് നോക്കിക്കേ ഇതിലൂടെ പോകുന്നത്. കുറേ ഷാമ്പയിനൊക്കെ വെച്ചിട്ടുണ്ട്, ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന ബോട്ടുകളൊക്കെയാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ഡേ ടൂറൊക്കെ വരുന്ന ബോട്ടുകളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കനാലിലൂടെയുള്ള ബോട്ടുകളൊക്കെയാണ്. ഇവിടെ മനോഹരമായിട്ടുള്ള കുറേ ബോട്ടുകൾ, ഇതൊക്കെ ഡെയിലി ടൂറൊക്കെ പോയിട്ട് വരുന്നവരാണ് കേട്ടോ. അവിടെ ടൂറ് പോയിട്ട് വന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് പുള്ളിക്കാരൻ. ടിപ്പിനൊക്കെ വേണ്ടി ചോദിക്കുവാണ് കേട്ടോ. കാണുന്ന കനാലുകൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഉദിക്കുന്നത് ഇത് കനാലിൻ്റെ ഒരു സിറ്റി ആണെന്നാണ്. ഇത് ആക്ച്വലി ഒരു കനാലിൻ്റെ സിറ്റി അല്ല. 17-ാം നൂറ്റാണ്ട് കാലത്ത് ഇതൊരു വലിയൊരു പോർട്ട് നഗരമായിരുന്നു കേട്ടോ. ഒരു സെയിലേഴ്സിൻ്റെ വലിയൊരു നഗരമായിരുന്നു. അപ്പോൾ പിന്നീട് ഇവിടെ ട്രാൻസ്പോർട്ടേഷനും ഇവിടെ ഒരു കണക്ടിവിറ്റിയും ഇവരുടെ ഒരു സിറ്റി എക്സ്പാൻഡ് ചെയ്യുവാനായിട്ട് ആ ഒരു കനാലുകൾ ഇങ്ങനെ കുഴിച്ചായിട്ടാണ് ഇതായത്. അങ്ങനെ ഏകദേശം 90 ഐലൻഡുകൾ 1500 ബ്രിഡ്ജുകളോളം ഇട്ടുകൊണ്ട് നിർമ്മിച്ച ഒരു നഗരമാണ് കേട്ടോ ഈ കാണുന്ന ആംസ്റ്റർഡാം എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു നഗരം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു നഗരത്തിലോട്ട് വരുന്നത്. കണ്ടപ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് ഈ നഗരത്തിനെ കാണാനായിട്ട്. കാണുന്ന ഒരു ബ്രിഡ്ജ് ആംസ്റ്റർഡാമിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിക് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കാർഡ് ഐക്കണാണ് കേട്ടോ. വന്നിട്ട് ആളുകളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ താണ്ടെ ഒരു ലവ് ലോക്കാണ് കേട്ടോ കാണുന്നത്. അതായത് ആളുകൾ ഇട്ട് വെച്ചിരിക്കുന്ന ലോക്കുകൾ എനിക്കൊന്ന് അഴിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. പ്രണയിനികളുടെ ഒരു ലവ് ലോക്ക് ഒരു സംഭവമാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഓരോ ചെറിയ ആളുകളുടെ ബോട്ടുകളാണ് കേട്ടോ. എനിക്കൊന്നും ഇവിടെ താമസിക്കുന്നവരുടെ ബോട്ടുകളൊക്കെ ആയിരിക്കണം ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്ന പണ്ട് 17-ാം നൂറ്റാണ്ടിൽ ഈ കാണുന്ന ബിൽഡിങ്ങുകളും ഈ കാണുന്ന നഗരങ്ങളൊക്കെ ബിൽഡ് ചെയ്തപ്പോൾ പലതും തടി തൂണുകളിലായിരുന്നു കേട്ടോ ഇതെല്ലാം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കുറേ പേർക്ക് അവരുടേതായിട്ടുള്ള ബോട്ടുകൾ എനിക്കൊന്ന് വായിക്കുന്ന കണ്ടോ, വന്നിരുന്ന് വായിക്കുകയാണ് കേട്ടോ ഒരു അമ്മച്ചി. അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ബോട്ടാണ്. ഇവിടെയും ഈ കാണുന്ന ഇതിലൊക്കെ വന്നിട്ട് ആളുകൾ വന്നിട്ട് അവരുടെ ഇതൊക്കെ പ്രണയത്തിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്. 1500 ബ്രിഡ്ജിൽ 2ാമത്തെ ബ്രിഡ്ജിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇന്ന് ഒരു ദിവസം മുഴുവൻ നടന്നാൽ നമുക്ക് 1500 ബ്രിഡ്ജ് വേണമെങ്കിലും എണ്ണി തീർക്കാനായിട്ട് കഴിയും. ഇവിടെ ആംസ്റ്റർഡാം യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ ഈ കാണുന്നത്. ആംസ്റ്റർഡാം യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിംഗ് ബ്ലോക്കുകളുടെ ഭാഗത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. ഇവിടെ പലയിടത്തും ചവറും ഇതൊക്കെ അവരിങ്ങനെ അലക്ഷ്യമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ആയിട്ട് ഇതുവരെയായിട്ടും ക്ലീൻ ചെയ്തിട്ടില്ല. ഭയങ്കര കാമാൻ ഗോയിട്ട് ഇവിടെ എല്ലാം യൂണിവേഴ്സിറ്റി. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, സൺഡേ ആണ്. ഈ കാണുന്ന എല്ലാം നമ്മുടെ നോർമലായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയകളാണ്. പല ആളുകളും ചില ഭാഗത്തൊക്കെ വേസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും മനോഹരമായിട്ടുള്ള വെള്ളത്തിൽ വേസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട് പല ആളുകളൊക്കെ വന്നിട്ട്. നോക്കിക്കേ ഇവിടേക്ക് കിടക്കുന്നത് കറക്റ്റ് നാട്ടിലെ ആലപ്പുഴ പോലെ തന്നെയാണ് കേട്ടോ. ആലപ്പുഴ വെന്നീസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയും, ഈസ്റ്റിലുള്ള വെന്നീസ് എന്ന് പറയും. ഈ നഗരത്തെ പറയുന്നത് വെന്നീസ് ഓഫ് ദ നോർത്ത് ആണ്. അതായത് നോർത്തിലെ വെന്നീസ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. കാരണം ഇതുപോലുള്ള കുറേ ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പം ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നാട്ടിൽ ഫുള്ള് കച്ചടയായിരിക്കും, ബട്ട് ഇവിടെ കുറച്ചും കൂടി നല്ല അതുപോലെ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ടൂറിസവും ഇവിടെ ഉണ്ട്. വൺ ഓഫ് ദ ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റിക് ഡെസ്റ്റിനേഷനും കൂടി ഈ ആംസ്റ്റർഡാം എന്ന് പറയുന്ന നഗരം. കാണുന്നതെല്ലാം തന്നെ നമ്മുടെ ലഞ്ച് ക്രൂസ് ഒക്കെയാണ് കേട്ടോ. ലഞ്ച് ബോട്ടൊക്കെയാണ്. ചെറിയ ചെറിയ രീതിയിൽ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഓരോ പാസഞ്ചേഴ്സായിട്ട് അവിടെ ഒരു ബോട്ടിൽ കയറുവാണ് ആൾക്കാർ. ഇവിടെ നമ്മുടെ ചൈനീസുകാരുടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ചൈനീസ് ഭാഷയിൽ എഴുതിയിട്ടുള്ള ചൈനീസ് മെനു ഉള്ള ഒരു റെസ്റ്റോറൻറ്റ്, ഓറിയൻ്റൽ സിറ്റി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. ദ ചൈനീസ് ഷെഫ് അവിടെ കുത്തിയിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന ഭാഗത്തോട്ടൊക്കെ ഇനി ധാരാളം ലൈംഗികത ഉള്ള അല്ലെങ്കിൽ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ഷോപ്പുകളൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റാണ് കേട്ടോ. സെക്സി ആംസ്റ്റർഡാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള
കുറേ ധാരാളം ഷോപ്പുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ഷോപ്പുകളൊക്കെ ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട തെരുവുകളാണ്. ഈ കാണുന്ന സ്ഥലം കൂടുതൽ മനോഹരമായിട്ട് കാണണമെങ്കിൽ രാത്രി തന്നെ വരണം കേട്ടോ. ഈവനിങ് സമയത്താണ് കൂടുതൽ ചുമന്ന കളറ് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് അനുഭവപ്പെടുന്നത്. ഈ കാണുന്നതും എല്ലാം ലൈംഗികതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കടകളൊക്കെയാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂസിയം വരെ ഇവിടെ ആക്ച്വലി ഉണ്ട്. നമ്മൾ അങ്ങോട്ടാണ് ഇപ്പം പോകുന്നത്. കാണുന്നത് ഇവിടെ ലീഗലായിട്ട് കിട്ടുന്ന നമ്മുടെ കഞ്ചാവ്, നമ്മുടെ കനാബീസിൻ്റെയൊക്കെ ഒരു സ്റ്റോറാണ്. കനാബീസ് വെച്ചിട്ടുള്ള കേക്ക്, ബ്രൗണിയൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നതൊക്കെ ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ കടകളും സംഭവങ്ങളൊക്കെയാണ്. അതായത് ഇവിടെ പല തരത്തിലുള്ള ഷോകളുണ്ട് കേട്ടോ. ആ ഷോ ഒക്കെ പ്രദർശിപ്പിക്കുന്ന സ്ട്രീറ്റൊക്കെയാണ്. മാത്രമല്ല വരുന്ന വഴിയിൽ തന്നെ ധാരാളം ഇടയിലൊക്കെ ഗ്ലാസിൻ്റെ കണ്ണാടിയിൽ സ്ത്രീകൾ ആളുകളെ വശീകരിക്കാനായിട്ട് നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ഭാഗത്തോട്ടൊക്കെ എന്നതാണ് നമ്മുടെ റെഡ് ലൈറ്റ് സീക്രട്ട് എന്ന് പറഞ്ഞ മ്യൂസിയം ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ, അതായത് വേശ്യാലയത്തിൻ്റെ ഒരു മ്യൂസിയമാണ് കേട്ടോ ഈ കാണുന്നത് കേട്ടോ. ഇവിടെ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല, ബട്ട് ഇത് ഓപ്പൺ അല്ല കേട്ടോ ഇപ്പോഴും. ഈ കാണുന്നതൊക്കെയാണ് ഓരോ ഗ്ലാസ് റൂമുകളിലാണ്. ഇവിടെ ആയിട്ടാണ് കേട്ടോ സ്ത്രീകൾ പല വസ്ത്രങ്ങൾ അണിഞ്ഞിട്ട് ആളുകളെ ആകർഷിക്കാനായിട്ട് നിൽക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ ചൈന ടൗൺ ആണ് കേട്ടോ. ഇവിടുത്തെ ചൈന ടൗണ്. ഇവിടെ ഒരു ചെറിയൊരു ചൈനീസ് ട്രഡീഷണൽ ടെമ്പിളൊക്കെ ഉണ്ട്. കാണുന്ന ഏരിയയിൽ ഫുള്ള് ചൈനീസുകാരുടെ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് കേട്ടോ. ഫുള്ള് ചൈന ടൗൺ ആണ്. ചൈനീസ് റെസ്റ്റോറൻറ്റുകൾ, റാമേന്, ഒരു ഈസ്റ്റ് ഏഷ്യൻ ഒരു രീതിയാണ് കേട്ടോ ഇവിടെ. ഒക്കെ ഇൻഫർമേഷനായിട്ട് ഡോണ്ട് ബൈ ഫ്രം സ്ട്രീറ്റ് ഡീലേഴ്സ്, ഇറ്റ്സ് ഇല്ലീഗൽ എന്നാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതായത് ലഹരിയൊക്കെയാണ്. ലഹരി സ്ട്രീറ്റായിട്ടുള്ള ആൾക്കാരെ ഒന്ന് വാങ്ങില്ലേ എന്ന് പറഞ്ഞപ്പം അവർ വന്ന് ഒട്ടിച്ചു വരികയാണ് കേട്ടോ. ഇവിടെ നോക്കിയാലും ബോട്ടിങ് മാത്രമാണ്. ഇവിടെ കുറേ ബോട്ടൊക്കെ ഇവർ റെൻ്റ് എടുത്ത് സ്വന്തമായിട്ട് പോകുന്ന ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ. സ്വന്തമായിട്ട് അവർ റെൻ്റ് എടുത്ത് മക്കളെയൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന ഇതുകൊണ്ട്. ഇവിടെ എന്തോ ഫുള്ള് പോലീസാണല്ലോ, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഫുള്ള് പോലീസാണല്ലോ. എന്ത് പറ്റി? 2 പോലീസ്, ഇതോ അവിടെ ഒരു പോലീസ്. ഇവിടെ നമ്മുടെ പട്ടിക്ക് വരെ ലൈഫ് ജാക്കറ്റ് ഉണ്ട്. ഇതിലൂടെ ഭയങ്കര ഒരു ഡ്രൈ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ആക്ച്വലി പറഞ്ഞെങ്കിൽ ഈവനിങ് സമയത്ത് വേണം വരാനായിട്ട്. അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആംസ്റ്റർഡാം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് റെഡ് സ്ട്രീറ്റ് അല്ലെങ്കിൽ ചുവന്ന തെരുവുകളാണല്ലോ. ചുവന്ന തെരുവുകൾ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം യൂറോപ്പിലെ തന്നെ പഴയ കാലങ്ങളിൽ ഇത് വൺ ഓഫ് ദ സെയിലേഴ്സിൻ്റെ ഒരു ടൗൺ ആയിരുന്നു. അതായത് ഒരു പോർട്ട് സിറ്റി ആയിരുന്നു. അപ്പോൾ പോർട്ട് സിറ്റിയിൽ ധാരാളം സെയിലേഴ്സ് വരുമായിരുന്നു. സെയിലേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ കാമുകിയുമായിട്ടും അല്ലെങ്കിൽ അവരുടെ ദമ്പതികളൊക്കെ ആയിട്ട് കുറേ നാൾ മാറി നിന്നിട്ട് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സെയിലേഴ്സ് ധാരാളം വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ചെറിയ തോതിൽ ഇല്ലീഗലായിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു ആരംഭിച്ചു. പിന്നീട് അത് കൂടുവാൻ തുടങ്ങി. പിന്നീട് ഏകദേശം 2000 ഒക്കെ ആയപ്പം ഗവൺമെൻറ് അത് ഇല്ലീഗലാണെങ്കിലും വലിയ രീതിയിൽ കണ്ണടച്ചു കേട്ടോ. അങ്ങനെയാണ് പിന്നെ ഇത് പിന്നീട് 2000-ന് ശേഷം ഇത് ടൂറിസത്തിൻ്റെ ഒരു ഭാഗവും കൂടിയായിട്ട് മാറി. അങ്ങനെ ധാരാളം ഈ സെയിലേഴ്സിൻ്റെ ടൗണായിട്ടിരുന്ന ഈ ഒരു ആംസ്റ്റർഡാമിൽ ധാരാളം ബ്രോത്തലുകൾ സ്റ്റാർട്ട് ചെയ്തു. അതായത് വ്യഭിചാരശാലകൾ സ്റ്റാർട്ട് ചെയ്തു. വ്യഭിചാരശാലകൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് ആ ഒരു ഇതൊക്കെ മാറി ടൂറിസം വന്നപ്പോൾ അതുമായിട്ട് മിക്സ് ചെയ്തു. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ ടൂറിസം കാരണം ഈ കുറേ ക്രൈമുകൾ നടക്കുകയാണ്. കാരണം പല ആളുകൾ വന്നിട്ട് ഈ സെക്സ് വർക്കേഴ്സിൻ്റെ അടുത്തിട്ടൊക്കെ പോയിട്ട് അവർ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം അതിന് കൂടുതലായിട്ടുള്ള ഈ സെക്സ് വർക്കേഴ്സിന് റൈറ്റ് കിട്ടാൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ ഇത് ലീഗലാക്കി. അപ്പം വ്യഭിചാരം പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സംഭവം ലീഗലായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ആംസ്റ്റർഡാം എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ് ചെയ്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ലീഗലാക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള റൈറ്റ്സ് കിട്ടും. ഈ ഒരു സെക്സ് വർക്കേഴ്സ് സ്ത്രീകൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള റൈറ്റ്സ് കിട്ടും. അപ്പോൾ അതിനാണ് പ്രശംസ. പക്ഷേ ഇത് കാരണം ധാരാളം ഡ്രഗ് കാര്യങ്ങളൊക്കെ കൂടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് അതിന് വേണ്ടി കുറയ്ക്കുവാണ് കേട്ടോ. ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ബൈസൈക്കിളിൻ്റെ പാർക്കിംഗ് ആണ് കേട്ടോ. 755 ബൈസൈക്കിൾ പാർക്ക് ചെയ്യാനുള്ള ഒക്കുപ്പൻസി ഇപ്പോൾ ഉണ്ട് കേട്ടോ. അത്രത്തോളം ബൈസൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാണുന്ന ഒരു നഗരത്തിലെന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്ന വണ്ടിയല്ലേ, ആ വണ്ടിയിൽ ഫുള്ള് ക്യാമറകളാണ് കേട്ടോ. ഇവരിത് ഓടിച്ചുകൊണ്ട് പോകും. പാർക്കിംഗ് കൺട്രോൾ, അതായത് പാർക്ക് ചെയ്ത കാറുകൾ അത് പാർക്ക് ചെയ്യാനുള്ള ഫീസ് അടച്ചിട്ടുണ്ടോ എന്ന് നോക്കും. സ്കാൻ ചെയ്യും കേട്ടോ. സ്കാൻ ചെയ്തിട്ടില്ലാത്തവർക്ക് അത് ഫൈൻ കൊടുക്കും. ഇതിൻ്റെ അകത്ത് ആളുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. വണ്ടിക്കകത്ത് നേരത്തെ ഇങ്ങനെ ആളുകൾ നേരിട്ട് പോയിട്ട് സ്കാൻ ചെയ്യുമ്പോൾ വണ്ടിക്കുള്ളിൽ നമ്മൾ ആളുണ്ടെങ്കിൽ ഹസാഡൊക്കെ എടുത്ത് നമ്മൾ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും പറയില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അടിച്ചടിച്ചങ്ങ് പോവാ ഓൺലൈനിൽ. ഓ, ഇത് കാർ എവിടെ ഉണ്ട്, നമ്മൾ അപ്പം തന്നെ ഇട്ടിട്ട് പാർക്ക് ചെയ്തില്ലെങ്കിലും പാർക്കിങ്ങിന്റെ ഫീ അടച്ചില്ലെങ്കിലും പണിയാവും കേട്ടോ. പിന്നെ നമ്മുടെ യാത്ര നേരെ വന്നിരിക്കുന്നത് നമ്മുടെ ഗണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളങ്ങനെ ബെൽജിയത്തിലോട്ട് വന്നിട്ടുണ്ട്. നെതർലാൻഡിലെ ആംസ്റ്റർഡാം കഴിഞ്ഞ് നമ്മൾ ഡ്രൈവ് ചെയ്ത് ഒരു 150 കിലോമീറ്റർ 200 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്തു.
നേരെ വന്നിട്ടുള്ളത് നമ്മുടെ ഗെൻഡിലാണ് കേട്ടോ. ഹബീബി, ഹൗ ആർ യു ഡൂയിങ്? എന്നിട്ട് ബ്രോനെ കാണിക്കണ്ടാവുന്ന കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ എന്നാ കാണിക്കാന്ന്, കുഴപ്പമില്ല. നമ്മൾ പോയിട്ട് നമ്മുടെ കസ്റ്റമറിന്റെ ബാഗ് എടുത്തോണ്ട് വന്നു. നല്ല ഫാമിലി അല്ലേ ബ്രോ? നല്ല അടിപൊളി ഫാമിലിയാണ് കേട്ടോ. പുള്ളിക്കാരൻ ഓൾറെഡി എന്നെ അറിയായിരുന്നു. അപ്പോൾ എന്നെ മുമ്പ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. ബട്ട് ഞാനത് കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ വണ്ടിയിൽ സാധനം കയറ്റിയത് നമ്മളെ രാവിലെ വെളുപ്പം കാലത്ത് 2 മണിക്ക് വന്നിട്ട് നമ്മൾ അവരെ പിക്ക് ചെയ്യണം. അതാണ് പ്ലാൻ. എന്നിട്ട് വേണം നമ്മുടെ ഗ്രൂപ്പ് ടൂർ തുടങ്ങാനായിട്ട്. ഇങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വന്നു. നമ്മൾ ഗണ്ടിലെ കുറച്ച് ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണ്. എനിക്ക് വിശക്കൊന്നുമില്ല, ഓൾറെഡി വയറ് എറിഞ്ഞു. ഈ കാണുന്നത് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ഒരു കാത്തലിക് ചർച്ചാണ് കേട്ടോ. ഈ കാണുന്നത് ബെൽജിയം എന്ന് പറയുന്നത് ഒരു കാത്തലിക് ചർച്ച് തന്നെയാണ് ഈ കാണുന്നത്. നമ്മൾ ഇന്ന് നല്ലപോലെ ഉറങ്ങി പോലും ഇല്ല. ഇനി ഉറങ്ങിയിട്ട് വേണം. രാവിലെ വെളുപ്പാകാലത്ത് 2 മണിക്ക് അവരെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് സ്വിറ്റ്സർലാൻഡിലോട്ടാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന പ്ലാൻ എന്ന് പറയുമ്പോൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് നേരെ പോയിട്ട് ഇറ്റലിയിൽ നിന്ന് കുറച്ച് കറക്കിയിട്ട് നേരെ വിയന്നയിലോട്ട് പോകും. വിയന്നയിൽ നിന്ന് അവർ ഡിപ്പാർച്ചർ തിരിച്ച് അവർ ബെൽജിയത്തിലോട്ട് വരും. നമ്മൾ വന്നിട്ട് ഇവിടെ ഒരു സിറിയൻ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന്, സിറിയൻ അല്ല കേട്ടോ, ഇതൊരു മിക്സഡ് ആണ്, ഒരു അറബിക് റെസ്റ്റോറൻ്റ് ആണ്. ആ കാണുന്നത് നമ്മുടെ ഇറാഖിലെ സ്ഥലം, ഈ കാണുന്നത് നമ്മുടെ തുർക്കിയിലെ സ്ഥലം. ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ.